ഹലോ അസ്സാം വലൈക്കും വറഹമത്തുള്ള. നിക്സംബോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഗിവ് അവേൻ്റെ പിന്നെ എന്താ പറയുക ബീഡ്സ് കിറ്റ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഗിവ് അവേയിൽ എന്തൊക്കെയാണ് നമ്മൾ ബീഡ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഒരു എക്സഗൺ ടൈപ്പ് നമ്മളൊരു കട്ട് വരുന്ന ബീഡ്സ് ആണ്. മിക്സ്ഡ് കളറാണ് വന്നിട്ടുള്ളത്. ഇതൊരു 15 ഗ്രാമോ 10 ഗ്രാം ഓരോന്ന് ഇതായതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല ഇത്രയും ക്വാണ്ടിറ്റി വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഒന്നുള്ളത്. പിന്നെ വന്നിട്ടുള്ളത് 6mm കളർ ബീഡ്സ് ആണ് കേട്ടോ. പിന്നെ അതിൻ്റെ തന്നെ 8mm കളർ ബീഡ്സ്. അത് രണ്ടും നമുക്ക് പിന്നെ എന്താ പറയുക ഒന്നിച്ച് കോമ്പോ ചെയ്തിട്ട് ഹെയർ ബോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ടിയാരേൻ്റെ ഒരു ബീഡ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ക്രാക്കഡ് ബീഡ് 2 ടൈപ്പ്, ബ്ലാക്കും പിന്നെ ഒരു ബ്ലൂ ഷെയ്ഡ് പോലൊരു കളറാണ്. മനസ്സിലാവുന്നുണ്ടോന്ന് അറിയില്ല. ഈ ഒരു സെറ്റ് വെച്ചിട്ടുണ്ട്. 2 ബ്രേസ്ലെറ്റിന്റെ ബീഡ്സ് ആണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മൾ പിന്നെ സാധാരണ നമ്മൾ നോർമലി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ക്രാക്കഡ് ബീഡല്ല, അതിനേക്കാൾ കുറച്ചെന്തോ ഒരു ക്വാളിറ്റിയിൽ ഒരു ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിതങ്ങനെ സെയിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്കൊരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ട്. റേറ്റ് ഒക്കെ സെയിം ആയിരുന്നു, പക്ഷേ നമ്മൾ 2 സ്ഥലത്തു നിന്നായിട്ട് വാങ്ങിയപ്പോൾ അതിൽ ക്വാളിറ്റിയിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മുടെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്ന ആ ക്വാളിറ്റി ഇതിനില്ല കേട്ടോ. അതുകൊണ്ട് ഇത് നമ്മളിങ്ങനെ വെച്ചപ്പോൾ ഗിവ് അവേയിൽ കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് നമ്മളിത് ഇതിൽ ഉൾപ്പെടുത്തിയതാണ്. പിന്നെ ഇത് റോസ് ഫ്ലവറിൻ്റെ ബീഡ്സ്. റോസ് ഫ്ലവറിൻ്റെ പല കളേഴ്സുള്ള മൾട്ടി കളർ ബീഡ്സ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് നമ്മുടെ ഷൈനിങ് ആയിട്ട് വന്നിട്ടുള്ള ഒരു റെഡ് കളർ ബീഡ്സ്. ഇതെല്ലാം 10 ഗ്രാം 15 ഗ്രാം ചിലത് 20 ഗ്രാം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് 8mm റെയിൻബോ ബീഡ്സ് ആണ് കേട്ടോ. പിന്നെ ഇത് ഒരു ഓവൽ ഷേപ്പിൽ വരുന്ന ഡബിൾ ഷെയ്ഡ് വരുന്ന ബീഡ്സ്. വേണമെങ്കിൽ നമുക്ക് മാലയൊക്കെ ഉണ്ടാക്കാം, സിമ്പിളായിട്ട് മാലയൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതിൻ്റെ തന്നെ റെഡും വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ 10 ഗ്രാം 12 രൂപ റേറ്റിന് കൊടുക്കുന്ന ഐറ്റംസ് ആണ് കേട്ടോ. പിന്നെ വെച്ചിട്ടുള്ളത് നമ്മുടെ ഡബിൾ അല്ല ട്രിപ്പിൾ ഹോളിൽ ഒരു റോസ് ഫ്ലവർ. ഹെയർ ബൊക്കെ ചെയ്യാൻ വേണ്ടിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് അലിഗേറ്റർ ടിപ്പിലെല്ലാം ജസ്റ്റ് സ്റ്റിക്ക് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. പനിയൊക്കെ കാരണം സൗണ്ട് ഒന്നും അത്ര ഓക്കെ അല്ല കേട്ടോ. ഇത് വന്നിട്ടുള്ളത് ഇങ്ങനെ 4 കളേഴ്സ് വരുന്ന റോസ് ഫ്ലവർ ആണ് കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് കമ്മലിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് വലിയ ഹോളാണ് വരുന്നത്. ഇതിൽ ഇടയ്ക്കിടക്കായിട്ട് ഈ റോസ് ബീഡ്സ് വെച്ചിട്ട് ഗ്യാപ്പിൽ നമ്മൾ റൗണ്ട് ബീഡ്സ് ഒക്കെ വെച്ചിട്ട് മാലയിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ഇതൊരു ബട്ടർഫ്ലൈന് വേറൊരു ടൈപ്പ്, ഇതും ഒരു 10 ഗ്രാം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പേസ്റ്റൽ ബീഡ്സ് നമ്മുടെ കയ്യിൽ ഒരുവിധം എല്ലാം സ്റ്റോക്ക് കഴിഞ്ഞ ആകെ ഒരു ബാലൻസ് വന്നിട്ടുള്ളത് ഈ ഹാർട്ട് മാത്രമാണ്. ബാക്കിയൊന്നും എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിക്ക് ഇല്ല, അതുകൊണ്ട് ഹാർട്ട് മാത്രമാണ് കുറച്ചുണ്ടായത്. ഹാർട്ടിൻ്റെ ഒരു പേസ്റ്റൽ ബീഡ്സിൻ്റെ ഒരു ഇതും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മൾട്ടി കളർ ബട്ടർഫ്ലൈ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളത്. ഇന്നത്തെ വീഡിയോയിൽ കുറച്ചൊരു ടിസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഗിവ് അവേ വിന്നേഴ്സിൽ നമ്മളിൽ 8 ആൾ മാത്രമാണ് എന്താ പറയുക പിന്നെ നമ്മളോട് മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുള്ളൂ. കാരണം നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഗിവ് അവേ കമന്റിലൂടെയാണ് സെലക്ട് ചെയ്തത്. ആരാന്നുള്ളത് നമുക്കും അറിയില്ല. അപ്പോൾ പിന്നെയും വീഡിയോസ് കാണുക, അതാരാന്ന് പറയാന്നൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം വീഡിയോസ് കണ്ട് നിങ്ങൾ കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ പറയണമല്ലോ. അപ്പൊ അങ്ങനെ 2 ആൾ നമ്മളെ ഇൻഫോം ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും കാത്തു നിന്ന് ഇനി അവരെ വെയിറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ബാക്കി വരുന്ന 2 എണ്ണം നമ്മൾ എന്താ ചെയ്യേണ്ടത് തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ 2 എണ്ണത്തിന്റെ കാര്യം ഇൻഷാ അല്ലാഹ് എനിക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയും. അപ്പോൾ എന്താ നമുക്കൊരു ഹെൽത്തിന്റെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിന് തന്നെ നമ്മൾ വേറെ 2 പേരെ സെലക്ട് ചെയ്യേണ്ട എന്തെങ്കിലും ഓപ്ഷൻസ് നമ്മൾ നോക്കുമായിരുന്നു. അപ്പോൾ കമന്റ് ഇട്ട് ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അവരുണ്ടെങ്കിൽ നമ്മളെ ഇൻഫോം ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.